ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കണ്ടതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോ ഞാൻ വേറെ ഒന്നല്ല, നമ്മുടെ ഉലുവയുടെ ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇതിപ്പോ പാലിലാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ ഉലുവ കുറച്ചധികം തന്നെ എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. വറക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, വെയിലത്ത് വെച്ച് ചൂടാക്കൊന്നും വേണ്ട. നമ്മൾ കുറച്ചധികം തന്നെ എടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും നല്ല ഫൈൻ ആയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് അതൊന്ന് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് പാലാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് പാല് എടുത്തിട്ട് ആദ്യം നമ്മൾ മുഖം ഒന്ന് ക്ലെൻസിങ് ചെയ്യണം. ഈ പാലിൽ തന്നെയാണ് ക്ലെൻസിങ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതിട്ടാ. എപ്പോഴും കഴുത്തിന്റെ ഭാഗം കൂടി ചെയ്യണം നമ്മൾ കേട്ടാ. ഇവിടൊക്കെ നമുക്ക് വെയിൽ കൊള്ളണമല്ലോ, അപ്പൊ കഴുത്തിന്റെ ഭാഗം കൂടി ചെയ്തെടുക്കണം. ഇപ്പോ ആ പാല് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ബാക്കി വന്ന പാലാണ് കേട്ടോ. അതിലേക്ക് കുറച്ചും കൂടി പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം പാലുണ്ടായാലും കുഴപ്പമില്ല കേട്ടോ, കാരണം ഉലുവ നന്നായിട്ടാണ് ഈ പാല് കുടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചധികം പാലുണ്ടായാലും കുഴപ്പമില്ല. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നല്ല തണുപ്പോട് കൂടി തന്നെ ഇടുമ്പോ നല്ല സുഖമായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പോട് കൂടി ഇടുമ്പോ നല്ല സുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പത്തേക്കും കുറച്ച് പാലൊക്കെ ഇതിൽ വറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടി പാൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ നോക്ക്, ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത പാലൊക്കെ ഫേസ് നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പാക്ക് ഇട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം ചെയ്തതിലും കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കണ്ട. ആദ്യം കുറച്ച് ലൂസിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. അത്യാവശ്യം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഇപ്പൊ പാലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടാ. അപ്പൊ ഇത്രയും മതി. ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് ഫേസിൽ ഇടാൻ പറ്റും. ഉലുവ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തതാണ്. മുടിക്ക് മാത്രമല്ല, മുടിയിലാണ് നമ്മളിത് കൂടുതൽ അപ്ലൈ ചെയ്ത് തരുന്നത്, മുടിക്ക് മാത്രമല്ല കേട്ടാ. ഇത് നമ്മളെ ഫേസിനും നല്ല ഗുണം ചെയ്യുന്നതാണ് ഉലുവ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫേസിൽ ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് കരിവാളിപ്പൊക്കെ മാറാന് നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടത്. ഞാൻ പെട്ടെന്ന് കരിവാളിക്കണ ഒരാള്. ഒരു ചെറിയ വെയിൽ കൊണ്ടാൽ മതി, പെട്ടെന്ന് കരിവാളിക്കും എന്റെ മുഖം. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ചെയ്തിട്ടാണ് ഒന്ന് മാറ്റിയെടുക്കുക. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സമയം ഉണ്ടാവും. ഏതൊരു ഫേസ് പാക്ക് ആയാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇതിപ്പോ നിങ്ങൾ ഒരാഴ്ച ചെയ്താൽ മതി കേട്ടോ. ഒരാഴ്ച ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കി നോക്കും. നമുക്കിപ്പോ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ജോലിയൊന്നും ചെയ്യാണ്ടിരിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ, കിച്ചണിൽ വല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാം കേട്ടാ. ഇതവിടെ മുഖത്തവിടെ കിടന്നോളും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്താൽ മതി. പാല് കൂടിക്കഴിഞ്ഞാൽ ഇത് ഒലിച്ചു വരും കേട്ടോ. അപ്പൊ ഇത് നല്ല തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ഞാന് ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നോളും, നമുക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്റെ ഫേസിൽ ചെയ്യാറില്ല കേട്ടാ. ഇപ്പൊ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴാണ് നല്ല കരിവാളിപ്പ് വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നത് കേട്ടാ. കൂടുതലും തൈരാണ് ചെയ്തിരുന്നത്. തൈര് നല്ല റിസൾട്ടാണ് കേട്ടാ. തൈരാണ് ചെയ്യാറ്, രാത്രിയിൽ ചെയ്യും. എപ്പോഴും വൈകുന്നേരം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം നല്ലത്. പുറത്ത് പോയി വന്നതിന് ശേഷം ഒരു 6 മണിക്കൊക്കെ ശേഷം നമ്മൾ ചെയ്യില്ലേ, 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ കിടക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാ നല്ലത്. ഇപ്പൊ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം. നമ്മളിപ്പോ ഇതുപോലത്തെ ഫേസ് പാക്ക് ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം സംസാരിക്കരുത്, സംസാരം കുറക്കണം. വല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ സംസാരം കുറക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു വരും. ഇതിങ്ങനെ ഉണങ്ങി പിടിക്കാനല്ലോ, അപ്പൊ നമ്മുടെ മുഖം വലിഞ്ഞു നിൽക്കും. ഇപ്പൊ നന്നായിട്ട് തന്നെ വലിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉലുവൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി പിടിച്ചിട്ട് നിൽക്കണത്. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, താഴെ മുകളിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാനായിട്ട്. ഒരു ചെറിയ സ്ക്രബിങ്ങും കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് 2 കവിളിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നോക്ക്, ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്.
നല്ല മാറ്റം ഉണ്ട് കേട്ടാ. ഇപ്പൊ ഞാന് അവിടെ കറണ്ട് പോയിക്കാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ കിച്ചണിലാണ് വന്നേക്കണ. കിച്ചണിലാണ് കേട്ടോ. ഇപ്പൊ അവിടെ കറണ്ട് ഇല്ല, ഇപ്പൊ ഇവിടെ കുറച്ച് വെളിച്ചുണ്ട്, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടാ. ഇപ്പൊ ക്യാമറയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത് അറിയാൻ പറ്റില്ല. ഇവിടെ ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് ഒറ്റ യൂസിലാണ് റിസൾട്ട് കിട്ടിയേക്കണത്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം, നമുക്ക് പാലിൽ മാത്രമല്ല തൈരിലായാലും യൂസ് ചെയ്യാൻ പറ്റും. തൈരും കുറച്ചുകൂടി ബെറ്റർ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ പാലിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തൈരാണെങ്കിലും കുഴപ്പമില്ല, നല്ല. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിട്ട് തൈര് യൂസ് ചെയ്താൽ മതി. എനിക്കിപ്പോ നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്റെ മുഖത്ത് നല്ല കരിവാളിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ല മാറ്റം തന്നെ. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് അതിന്റെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്